ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂത്രാശയത്തിലെ അണുബാധയെക്കുറിച്ച്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ സംഭരിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്ന അവയവമാണ് മൂത്രനാളി. വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നി ശരീരത്തിലെ പല രാസവസ്തുക്കളെയും, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റിന്റെ അളവ് സന്തുലിതമാക്കുന്നു. പെൺകുട്ടികളിൽ 100-ൽ 8 പേർക്കും ആൺകുട്ടികളിൽ 100-ൽ 2 പേർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഇതിന്റെ കാരണം? പെൺകുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണമായി കാണുന്നു, കാരണം പെൺകുട്ടികളുടെ മൂത്രനാളി ചെറുതും മലദ്വാരത്തോട് അടുത്തുമാണ് ഇരിക്കുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ മറ്റു അപകടഘട്ടങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: മൂത്രനാളിയിൽ എന്തെങ്കിലും പ്രശ്നം, ഉദാഹരണം വികലമായ വൃക്ക, സാധാരണ മൂത്രപ്രവാഹത്തിന്റെ പാതയിലെ തടസ്സം, വെസൈക്കോ യൂറിത്രൽ റിഫ്ലെക്സ്, അതായത് മൂത്രാശയത്തിൽ നിന്ന് മൂത്രനാളികളിലും വൃക്കകളിലേക്കും മൂത്രത്തിന്റെ അസാധാരണമായ പിന്നോട്ടുള്ള ഒഴുക്ക്, മോശം ടോയ്ലറ്റ്, മോശം ശുചിത്വശീലം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ കുടുംബ ചരിത്രം എന്നിവയാണ്. രോഗലക്ഷണങ്ങൾ: പ്രായമായ കുട്ടികൾ താഴ്ന്ന വയറിലോ പുറകിലോ വേദന പരാതിപ്പെടുന്നു. പലപ്പോഴും മൂത്രമൊഴിക്കേണ്ടി വരുന്നു. കൂടെ മൂത്രമൊഴിക്കേണ്ടി വരുന്നു. മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ. ചെറിയ കുട്ടികളാണെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ കരയുന്നു. കടുത്ത പനി, ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ തോതിലായിരിക്കും പനി അനുഭവപ്പെടുന്നത്. കടുത്ത തോതിൽ പനി വ്യക്തമായ കാരണങ്ങളില്ലാതെ രോഗിയായി കാണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കുക. ഇത് ചിലപ്പോൾ ബാക്ടീരിയ വൃക്കയിലേക്ക് സ്പ്രെഡ് ചെയ്ത അണുബാധയായതായിരിക്കാം. ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ ബാക്ടീരിയ രക്തത്തിലേക്ക് വ്യാപിക്കാനും ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന അണുബാധയായ സെപ്സിസ് ഉണ്ടാകാനും വൃക്കകൾ തകരാറിലാകാനും സാധ്യതയുണ്ട്. രോഗം നിർണ്ണയിക്കാൻ ലാബ് ടെസ്റ്റ്, യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ നമുക്ക് ബാക്ടീരിയയെ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്യും. എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത്? നിങ്ങളുടെ കുട്ടിക്ക് വിറയലോട് കൂടിയുള്ള അകാരണമായ പനി, പുറം വേദന, മൂത്രമൊഴിക്കുമ്പോൾ വേദന, നടുവേദന, വയറുവേദന, ദുർഗന്ധമുള്ള മൂത്രം, രക്തം കലർന്ന മൂത്രം, നിറവ്യത്യാസമുള്ള മൂത്രം എന്നിങ്ങനെ കാണുമ്പോഴാണ്. എങ്ങനെ ചികിത്സിക്കാം? നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചതു പ്രകാരമുള്ള ആന്റിബയോട്ടിക്സ് അത്രയും ദിവസം തന്നെ കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ ബാത്റൂമിലേക്കുള്ള യാത്ര ട്രാക്ക് ചെയ്യുക. കടുത്ത ഗുരുതരമായ അണുബാധയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടത്തി IV ആന്റിബയോട്ടിക്സ് നൽകി ചികിത്സിക്കുന്നു. ആന്റിബയോട്ടിക്സ് തുടങ്ങി 2-3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ മെച്ചപ്പെടും. ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് തടയാൻ പെൺകുട്ടികളെ അവരുടെ അടിഭാഗം വൃത്തിയാക്കുമ്പോൾ മുന്നിൽ നിന്ന് പിൻവശത്തേക്ക് തുടയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ശിശുക്കളിൽ മാതാപിതാക്കൾ വൈപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം. മുന്നിൽ നിന്ന് പിന്നിലേക്ക് വേണം വൈപ്പ് ചെയ്യാൻ. നന്നായി വെള്ളം കുടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. പതിവായി ടോയ്ലറ്റിൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. നൈലോൺ അല്ലെങ്കിൽ സിൽക്ക് അടിവസ്ത്രങ്ങൾ ഒഴിവാക്കാം. കാറ്റ് കയറുന്ന കോട്ടൺ അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. Thanks for watching. If you are liking my videos, please do like, share and subscribe. Thank you.